മാന്യ പ്രേക്ഷകർക്ക് പ്രണാമം. Respected dear family members, the achievement of India and the failure of India and the marching forward of India. ഭാരതത്തിൻ്റെ വികസനത്തെക്കുറിച്ചും തളർച്ചയെയും വളർച്ചയെയും കുറിച്ചുള്ള കുറേ പോയിന്റുകൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഭാരതത്തിലെ കാർഷിക മേഖല അസാധാരണമായ വികസനത്തിന് വേണ്ടി ഏത് വിധത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാനും സ്റ്റോക്ക് വയ്ക്കാനും അത് കയറ്റുമതി ചെയ്യാനും അതുപോലെ തന്നെ ഗവൺമെന്റ് ഏജൻസികൾ ഇൻവോൾവ് ചെയ്യാനുമായിട്ട് ഗവൺമെന്റ് റൂൾ ഉണ്ടാക്കി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് created fundamental rules and laws for the procurement, for the export, for the stocking, and for also direct procurement of Government of India. The rule has been implemented, and also genetically modified pulses and cereals will be created. Genetically modify ചെയ്തിരിക്കുന്നത് ഉപയോഗിക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. Forex reserve of India has crossed $370 billion. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് $370 ബില്യൺ കവച്ചു വെച്ചിരിക്കുന്നു. ഫോറിൻ ടൂറിസ്റ്റ് അറൈവൽ ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ്ഡ്. വിദേശ സന്ദർശകര് ടൂറിസ്റ്റുകളുടെ എണ്ണം കാര്യമായി വർദ്ധിച്ചിരിക്കുന്നു. ഡ്യൂറിംഗ് ജാനുവരി ജൂലൈ 5.4 lakhs foreign tourists have visited India. ജനുവരി ജൂലൈ മാസത്തിൽ 5.4 ലക്ഷം ടൂറിസ്റ്റുകൾ ഭാരതത്തിൽ വന്നു. കഴിഞ്ഞ വർഷം ഇതേ പീരീഡിൽ ജാനുവരി ജൂലൈ 2015 1.4 lakhs tourists came to India. This increase in the tourist number is exclusively due to electronic visa facility provided to many countries. Nearly 1 lakh medical visa has been given during January to July. 1 ലക്ഷത്തോളം മെഡിക്കൽ വിസ, ഭാരതത്തിലെ ആശുപത്രികളിൽ വന്ന് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്ന മെഡിക്കൽ വിസ ഭാരതത്തിലെ ആരോഗ്യ മണ്ഡലത്തിൽ അസാധാരണമായ മാറ്റങ്ങൾക്കും ഇൻവെസ്റ്റ്മെന്റിനും കാരണമാകുന്ന വിസ കൊടുത്തിട്ടുണ്ട്. All ration shops in Andhra Pradesh, Tamil Nadu and Madhya Pradesh has been converted into digital ration shop based on Aadhaar. ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും മധ്യപ്രദേശിലും എല്ലാ റേഷൻ കടകളും ഡിജിറ്റൽ റേഷൻ കടകളാക്കി മാറ്റിയിട്ടുണ്ട്. NIA has confirmed that 22 Keralites joined ISIS. NIA 22 കേരളത്തിലെ യുവാക്കള് അപ്രത്യക്ഷരായത് ISISൽ ചേർന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട്. ന്യൂ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻഷ്യൽ ഏജൻസി വിൽ ബി കമ്മിങ് ഇമ്മീഡിയറ്റ്ലി. ഉയർന്ന വിദ്യാഭ്യാസത്തിന് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുള്ള ലോൺ കൊടുക്കാനും സഹായിക്കാനുമായിട്ടുള്ള പുതിയ ഏജൻസി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിക്ലെയർ ചെയ്തു. അത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു റെഗുലേറ്റ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇലക്ട്രോണിക് സെയിൽസും കോമേഴ്സും നിയന്ത്രിക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു, പ്രത്യേകിച്ചും ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സ്പൈസ് ജെറ്റ് ഫ്ലൈറ്റ് വിൽ ബി കൊളാബറേറ്റിംഗ് വിത്ത് ജർമ്മനി ഹാൻ എയർ ഫോർ ബെറ്റർ ഗ്ലോബൽ റീച്ച്. അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സ്പൈസ് ജെറ്റ് ജർമ്മനിയിലെ ഹാൻ എയർ എന്ന ഫ്ലൈറ്റും കമ്പനിയുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചു. ടാറ്റ ആൻഡ് മഹീന്ദ്ര elevated the fund for R&D and they have reached at par with the world agency. ടാറ്റ കമ്പനിയും മഹീന്ദ്ര കമ്പനിയും ഓട്ടോമൊബൈൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് 5% അവരുടെ റവന്യൂ മാറ്റിവെക്കാൻ തീരുമാനിച്ചു. മറ്റ് കമ്പനികൾ 1-2% മാത്രമാണ് മാറ്റിവെക്കുന്നത്. ഇത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് ഇത്രയും അധികം എമൗണ്ട് മാറ്റിവെക്കുന്നത് അന്തർദേശീയ നിലവാരത്തിന് തുല്യമാണ് എന്ന് പ്രഖ്യാപിച്ചു. ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ദിസ് ഇയർ വിൽ ബി വെരി ഹൈ, ആൾമോസ്റ്റ് അറ്റ് ദി എക്സ്പെക്ടഡ് ലെവൽ 265 to 270 million ടൺ. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം ഈ വർഷം വളരെ ഉയരാനും 265 മുതൽ 270 വരെ മില്യൺ ടൺ ഉണ്ടാകാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 80 lakhs business traders will be migrating to new network of GST from this October. ഏറ്റവും സന്തോഷകരമായി ഏറ്റവും വേഗത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് GSTയുടെ ഇംപ്ലിമെന്റേഷൻ.
ഈ മാസം ഒക്ടോബർ, അതായത് അടുത്ത മാസം തന്നെ 80 ലക്ഷം ബിസിനസ്സുകാരും ബിസിനസ് കമ്പനികളും ട്രേഡിംഗ് കമ്പനികളും GSTയിലേക്ക് മാറുന്നു. ഈ ഒക്ടോബറോടുകൂടി GSTക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. അതോടുകൂടി ബൈ ദാറ്റ് the service tax, central excise tax, value added tax, all will be coming under GST directly, and what is aimed at is the implementation by April 1st 2017. April 1st 2017 കൂടി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വളരെയധികം ഫാസ്റ്റ് ആക്കാൻ ഒക്ടോബറിൽ തന്നെ പലതും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഇന്റർനെറ്റ് മാർക്കറ്റ് ഇൻ ദ വേൾഡ്. ഭാരതമാണ് ഇന്റർനെറ്റ് മാർക്കറ്റിൽ ഇന്ന് ലോകത്തിലെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. സ്പാനിഷ് ടാൽഗോ ട്രെയിൻ ഓൺ September 11 completed the first trip from Delhi to Mumbai. 1384 kilometers it could run in 12 hours with an average speed of 150 kilometers. 150 kilometer per hour വേഗത്തിൽ സ്പാനിഷ് ടാൽഗോ എന്ന് പറയുന്ന ട്രെയിൻ അത് ഇന്ത്യയിൽ ഉണ്ടാക്കി ഡൽഹിയിൽ നിന്ന് ബോംബെയിലേക്കുള്ള അതിൻ്റെ യാത്ര സെപ്റ്റംബർ മാസം 11-ാം തീയതി നടന്നു. 1384 കിലോമീറ്റർ ദൂരം 150 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഓടി ട്രെയിൻ 12 മണിക്കൂർ കൊണ്ട് എത്തുക എന്ന വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു. ചൈനാസ് ലീകോ കമ്പനി വിൽ ബി പ്രൊഡ്യൂസിംഗ് ലാർജ് TV ആൻഡ് their TV will never be less than 40 inches. ചൈനയിലെ ലീകോ കമ്പനി റെക്കോർഡ് സെയിൽസ് നടത്തിയ ആ കമ്പനി വലിയ വലിയ സ്ക്രീനുള്ള TV-കൾ ഉണ്ടാക്കാനും മാർക്കറ്റ് ചെയ്യാനുമുള്ള സംരംഭങ്ങൾ ത്രൂ ഔട്ട് ഇന്ത്യയിൽ ആരംഭിച്ചിരിക്കുന്നു. ബോഷ് കമ്പനി എയിംസ് അറ്റ് പ്രൊഡ്യൂസിംഗ് സോളാർ എനർജി ഇൻ ഓൾ ദി എയർപോർട്ട്സ് ഓഫ് ഇന്ത്യ, സീപോർട്ട്സ് ഓഫ് ഇന്ത്യ ആൻഡ് അതർ വേർസോ എവർ ദ ഏരിയാസ് അവൈലബിൾ. എവിടെയെല്ലാം സീപോർട്ട്, എയർപോർട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ബോഷ് കമ്പനി അവരുടെ സോളാർ പ്ലാന്റുകൾ വയ്ക്കുകയും ഇലക്ട്രിസിറ്റി ഉണ്ടാവുകയും ചെയ്തു. ന്യൂ മാംഗ്ലൂർ പോർട്ട് എലോൺ വിൽ ബി പ്രൊഡ്യൂസിംഗ് 4 to 5 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി. ന്യൂ മാംഗ്ലൂർ പോർട്ടിൽ വയ്ക്കുന്ന സോളാർ സെല്ലിൽ നിന്ന് 4 മുതൽ 5 വരെ മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദാനി ടു പ്രൊഡ്യൂസ് സോളാർ സെൽ ആൻഡ് ഇറ്റ് വിൽ ബി കമ്മിങ് ഔട്ട് ബൈ ദി ഇയർ എൻഡ്. ഭാരതത്തിൽ സോളാർ സെല്ലുകൾ ഉണ്ടാക്കിയിരുന്നില്ല. നമ്മൾ ആശ്രയിച്ചിരുന്നത് ചൈനയെയാണ്. വി വർ ഡിപ്പെൻഡിങ് ഓൺ ചൈന, ബട്ട് നൗ Adani started producing solar cell, and those solar cells will be released to the market by this year end 2016. Before December it will be coming to the market. Health tie-up to go shaping between African countries and India. ആഫ്രിക്കയിലുള്ള ധാരാളം രാജ്യങ്ങളുമായിട്ട് ഭാരതത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് കൊളാബറേറ്റ് ചെയ്യും. സോ ദാറ്റ് ഹെൽത്ത് ടൂറിസം ആൻഡ് ഹെൽത്ത് ബേസ്ഡ് income of government of India and the hospitals will be terribly increasing. Binni will be setting up 3,000 crore rupees project in Chennai township. Binni എന്ന കമ്പനി തമിഴ്നാട്ടിലെ ചെന്നൈയിൽ 3000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഉജ്ജ്വലമായിട്ടുള്ള ടൗൺഷിപ്പ് ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റുകൾ അപ്രൂവൽ നേടിയിട്ടുണ്ട്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഗെറ്റ്സ് 5,419 crore rupees modernization project. സെയിലിന് 5419 കോടി രൂപയുടെ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ സാധിച്ചു. ഇഫ് ദ വാല്യൂ ഓഫ് ദ ഗിഫ്റ്റ് റിസീവ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ക്രോസസ് 50,000 ഇറ്റ് വിൽ ബി കമ്മിങ് അണ്ടർ ടാക്സ്. 50,000-ൽ കൂടുതൽ വിലമതിക്കുന്ന ഒരു ഗിഫ്റ്റ് പുരസ്കാരം സ്വീകരിക്കുകയാണെങ്കിൽ അതിന് ടാക്സ് ഉണ്ടായിരിക്കും ഇനി മുതൽക്ക്. പക്ഷേ കാറായിട്ടോ മൊബൈൽ ഫോൺ മാതിരി ഉള്ളതായിട്ടോ കൊടുക്കുകയാണെങ്കിൽ അതിന് ടാക്സ് ഉണ്ടാവില്ല. കാർ ഓർ മൊബൈൽ ഫോൺ ഇറ്റ് വിൽ നോട്ട് ബി ഹാവിംഗ് എനി ടാക്സ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻഫോംഡ്. ഓൺലൈൻ ഇഷ്യൂറൻസ് ഓഫ് ലേണേഴ്സ് ലൈസൻസ്, cap on claims under third party cover, more compensation on hit and run cases, electronic monitoring of safety rules will be implemented soon. ലേണേഴ്സ് ലൈസൻസ്, ഡ്രൈവിങ്ങിന് ലേണേഴ്സ് ലൈസൻസ് കൊടുക്കുന്നത് ഓൺലൈൻ ആക്കാനും തേർഡ് പാർട്ടി ക്ലെയിമിങ്ങിന് പരിധി വയ്ക്കാനും അതുപോലെ തന്നെ ആരെങ്കിലും ഇടിച്ച് അറിയിക്കാതെ ഓടിപ്പോയാൽ അവർക്ക് കോമ്പൻസേഷൻ കൂട്ടാനും ഇലക്ട്രോണിക് സിസ്റ്റത്തിലൂടെ വണ്ടിയുടെ വേഗതയും സേഫ്റ്റിയും മെഷർ ചെയ്യാനുമുള്ള കോംപ്രഹെൻസീവ് പോളിസി
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ബൈലാറ്ററൽ ട്രേഡ് ബിറ്റ്വീൻ US ആൻഡ് ഇന്ത്യ ഹാസ് ബീൻ ഫിക്സ്ഡ് ടു $500 ബില്യൺ. ഭാരതവും അമേരിക്കയും തമ്മിലുള്ള ബൈലാറ്ററൽ ബിസിനസിന്റെ അളവ് $500 മില്യൺ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. യൂണിറ്റി ഓഫ് വിഷൻ മേക്സ് ഇന്ത്യ ഗ്രേറ്റ്. എല്ലാ രാഷ്ട്രീയ പാർട്ടി, എല്ലാ മതത്തിലുള്ളവരും തമ്മിലുള്ള ഐക്യവും ഏകരൂപത്തിലുള്ള വീക്ഷണവുമാണ് ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് കാരണമെന്ന് GST പാസാക്കാനും മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുന്നത് ഇതുകൊണ്ടാണ് എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. വേൾഡ് പോപ്പുലേഷൻ വിൽ ബി റീച്ചിങ് 10 ബില്യൺ ബൈ 2050. നൗ ഇറ്റ് ഈസ് 7.4 ബില്യൺ. ലോക ജനസംഖ്യ ഇപ്പോൾ 7.4 ബില്യൺ 740 കോടിയാണ്. 2050 കൂടി അത് 1000 കോടിയായി തീരുമെന്ന് കണക്ക് കൂട്ടുന്നു. Bilateral investment treaty with the US will be enabling India to gain membership for Asia Pacific Economic Corporation. Asia Pacific Economic Corporation APEC-ന്റെ മെമ്പർഷിപ്പ് ലഭിക്കാൻ ഇന്ത്യയും USഉം തമ്മിലുള്ള ബൈലാറ്ററൽ ബിസിനസിന്റെ അളവ് $500 ബില്യൺ ഫിക്സ് ചെയ്തതുകൊണ്ട് ഇന്ത്യക്ക് അസാധാരണമാം വിധത്തിൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള സുവർണ അവസരം ലഭിക്കും. ആവശ്യ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിഡക്ഷനും ലഭിക്കും. വർക്ക് വിത്ത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി വിൽ ബി മേക്കിംഗ് ടാറ്റാസ് JLR ഡ്രൈവർലെസ് കാർ. ടാറ്റയുടെ ജഗ്വാർ കാറ് ഡ്രൈവർലെസ് കാറാക്കാൻ ടാറ്റ കമ്പനിയും അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. ഡ്രൈവർലെസ് കാറ് ഇന്ത്യക്കാരുടെ ഇന്ത്യൻ കമ്പനിയിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ സപ്പോർട്ടോടുകൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. Income tax examination and search will be conducted in 30 major banks this year. 30 വലിയ ബാങ്കുകളുടെ ബ്രാഞ്ചുകളിലും ഹെഡ്ക്വാർട്ടേഴ്സിലും ഇൻകം ടാക്സ് ഓഫീസർമാര് സെർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. In the history of India, perhaps it is for the first time, when 100 rural men takes a loan from the bank, 33 rural women also will be taking. സാധാരണ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾ ലോൺ എടുക്കാറില്ല. ഇപ്പോൾ വളരെയധികം ലോൺ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. 100 പുരുഷന്മാര് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ അതിൽ 33 സ്ത്രീകൾ എടുക്കുന്ന പ്രൊപ്പോർഷൻ 100:33 ആയിട്ട് വളർന്നിരിക്കുന്നു. നമ്പർ ഓഫ് ഫേക്ക് നോട്ട്സ് ഇൻക്രീസ്ഡ് ടു 6.5% ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ഫിനാൻഷ്യൽ ഇയർ 2016. നമ്മുടെ കള്ളനോട്ടുകളും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള നോട്ടുകളും പ്രചരിക്കുന്നത് 6.5% വർദ്ധിച്ചിരിക്കുന്നു. ഇന്ത്യ റഷ്യ വിൽ ബി വർക്കിംഗ് ഔട്ട് ഡീറ്റെയിൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് $2 ബില്യൺ ഹൈടെക് ഫണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിൽ $2 ബില്യൺ ഹൈ ടെക്നോളജി ബേസ്ഡ് ഇൻഡസ്ട്രി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ചിപ്പ് മേക്കർ ക്വാൽകോം വിൽ ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ $23 million through 5 Indian companies. 5 ഇന്ത്യൻ കമ്പനികളിലൂടെ $23 million ക്വാൽകോം എന്ന കമ്പനി കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള ചിപ്പ് ഉണ്ടാക്കാൻ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കാനായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തീരുമാനിച്ചു. കൊങ്കൺ റെയിൽവേ വിൽ ബി ഹാവിംഗ് ഡബിൾ ട്രാക്ക് ആൻഡ് ഇലക്ട്രിഫിക്കേഷൻ ആഫ്റ്റർ ദിസ് മൺസൂൺ. ഈ മൺസൂൺ കാലം കഴിഞ്ഞാൽ, മഴക്കാലം കഴിഞ്ഞാൽ കൊങ്കൺ റെയിൽവേയുടെ റെയിൽപാത ഇരട്ടിപ്പിക്കാനും ഇലക്ട്രിഫിക്കേഷനും വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്തു. AP കൃഷ്ണ നായർസ് പോർട്ട് ലോഞ്ചസ് വീക്ക്ലി മെയിൻ്റനൻസ് സർവീസസ് ടു ചൈന. കൃഷ്ണപട്ടണം തുറമുഖം ആന്ധ്രാപ്രദേശിലുള്ളത് ഓരോ ആഴ്ചയും മെയിൻ്റനൻസും റിനോവേഷനും ചെയ്യാനുള്ള കരാറ് ചൈന കമ്പനിക്ക് കൊടുത്തിരിക്കുന്നു. ഒരു പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോൺട്രാക്ട് ഒരു വിദേശ കമ്പനിക്ക് കൊടുക്കുന്നത് ഇറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യസ് സ്മാർട്ട് സിറ്റി പ്രോജക്ട് ഹാസ് റിസീവ്ഡ് നോ റെസ്പോൺസ് ഫ്രം എനിവെയർ ഇൻ ദ വേൾഡ് ഫോർ ദ ലാസ്റ്റ് 2 years. 100 സ്മാർട്ട് സിറ്റികൾ ഭാരതത്തിൽ ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് മുമ്പോട്ട് വെച്ചിരുന്നെങ്കിലും 2 വർഷമായിട്ടും ഭാരതത്തിലെ സ്മാർട്ട് സിറ്റി ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റുകൾക്ക് വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായിട്ടില്ല. മിനിമം
waves in C category area increased minimum wages for the C category workers got increased from 211 to 300 rupees per day. 211 രൂപയിൽ നിന്ന് 300 രൂപയായിട്ട് പ്രതിദിന വേതനം സി കാറ്റഗറിയിലുള്ള തൊഴിലാളികൾക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. നോൺ അഗ്രികൾച്ചർ സെക്ടറിൽ മിനിമം വേജസ് ഇൻക്രീസ് ഫ്രം 246 ടു 350. 246 നിന്ന് 350 രൂപ പ്രതിദിന വേതനമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിരിക്കുന്നു. മിനിമം EPS പെൻഷൻ എൻഹാൻസ്ഡ് ടു ₹1000. EPS എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം അനുസരിച്ചിട്ടുള്ള പെൻഷനിൽ മിനിമം പെൻഷൻ 1000 രൂപയായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിരിക്കുന്നു. റിലയൻസ് ടു സെറ്റപ്പ് 5000 crore വെഞ്ചുവർ ഫണ്ട് ടു സ്റ്റാർട്ടപ്പ്. റിലയൻസ് കമ്പനി 5000 കോടി രൂപയുടെ വെഞ്ചുവർ ഫണ്ട് സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. സോളാർ ഇൻസ്റ്റലേഷൻ ടു ടോപ്പ് 4.8 ഗഗാവാട്ട്സ് 4.8 ഗഗാവാട്ട്സ് ഇലക്ട്രിസിറ്റി സോളാർ മിഷനിലൂടെ സ്ഥാപിക്കാൻ 2016 തന്നെ അതിന്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നിശ്ചയിച്ചിരിക്കുന്നു. നോംസ് ഫോർ ഫ്ലോട്ടിംഗ് സ്മോൾ ഫിനാൻസ് പേയ്മെന്റ് ബാങ്കേഴ്സ് വിൽ ബി ഈസ്. ചെറിയ ഫിനാൻസ് കൊടുക്കുന്ന കമ്പനികൾ, ബാങ്കുകളുടെ ലൈസൻസ് ലഭിക്കാനുള്ള നിയമാവലികൾ വളരെയധികം സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നു. ധാരാളം വ്യക്തികൾക്ക് സിംഗപ്പൂർ പോലെ ചെറിയ എമൗണ്ട് ലോൺ കൊടുക്കാനും അത് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനുമുള്ള പരിപാടികൾ എളുപ്പത്തിൽ നടത്താൻ സാധിക്കുമെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.